എന്നിട്ട് വാർഡന്റെ അടുക്കൽ പ്രത്യേകം പറഞ്ഞോ ഗ്രാസ് കോട്ടിലെ കെ കുമാറിന്റെ സഹോദരിയാണെന്ന്? പറഞ്ഞോന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞു കാണും. കുഞ്ഞിന്റെ ഗ്രാസ് കോട്ടിലെ സഹോദരിയാണ്, കുഞ്ഞിന്റെ ഗ്രാസ് കോർട്ടിലെ സഹോദരിയാണ്. അല്ല, ഗ്രാസ് കോർട്ട് കെ കുമാർ സാറിന്റെ സഹോദരിയാണ്. അവർക്കൊക്കെ സാറിനെ വലിയ കാര്യമാണ്. പോടും സാറെ പൊങ്ങച്ചം പറയാലോ. സാറിന്റെ പേര് പറഞ്ഞേ ഉള്ളൂ, അറിയാതെ ആ വാടൻ ആ സീറ്റിൽ നിന്നും മേലോട്ട് പൊങ്ങി. വാടൻ സ്ത്രീയാണ്. പിന്നെ തുടങ്ങി ബഹുമാനങ്ങൾ. ആ, അത് ശരി. അപ്പോ എന്നെ അവിടെ എല്ലാവർക്കും അറിയാമല്ലേ? പിന്നെ എന്താ ഇവിടെ ചൂടല്ലേ? എന്നിട്ട് ഹോസ്റ്റലിലെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോ എന്നാ? വിശാലമായൊരു മുറി. മുറി എന്ന് പറഞ്ഞാൽ ഒരു ഹാളെന്ന് പറഞ്ഞപ്പോ ഒരു എന്റെ ജീവിതത്തിൽ നേരെ കണ്ടിട്ടില്ല അതുപോലത്തെ സെറ്റിങ്സ്. ഒരു AC-യും കൂടി ഫിറ്റ് ചെയ്താൽ. എടോ കൂടുതൽ വാചകം അടിക്കാതെ. എന്താടോ വല്ലാത്തൊരു ക്ഷീണം പോലെ? വല്ലതും വേണോ? കുടിക്കാൻ പോവാ. കുടിച്ചോ. കുടിച്ച് ലിവർ ഓട്ടെ ചോരൂട്ടാ. അയ്യോ. ഈ സോഡ എടുത്ത് കുടിച്ചു. അല്പം മുളക് പൊടിയും കൂടി ഇട്ടാൽ നല്ല ആശ്വാസം. നിന്നൊക്കെ ഉണ്ടല്ലോ. ഇയാള് വെറും ഒരു ചെറ്റയാണല്ലോ. മുറിഞ്ഞ കൈക്ക് ഉപ്പ് തേക്കാത്ത പിശാശ്. ഒരു ഗ്രാസ് കോട്ടിലെ കെ കുമാർ സാർ. ഇയാൾ എന്നാ കുമാർ സാറായത്? കെ കുമാരൻ. ഇവന്റെ അച്ഛനെ ഒരു വേലാണ്ടിന്നല്ലേ? ഞാൻ പിന്നെ പറഞ്ഞാണ്ടല്ലോ, ഉപ്പിട്ട് കുടിക്കുക. അതവരാ തന്ന കുടിക്കട്ടെ. ഇവിടെ ഒരു തുള്ളി കിട്ടില്ല കുടിക്കാൻ. എന്ത് കഷ്ടത്. അമ്മണി ഉണ്ണാൻ വന്നില്ലേ? അവൾ അപ്പുറത്തെ വീട്ടിൽ എങ്ങാനും കാണും. നിനക്ക് കമ്പനി പോണ്ടല്ലേ? നീ ആഹാരം കഴിക്കേ. അങ്ങനെ വേണ്ട, അവളും കൂടെ വന്നിട്ട് ഞാൻ ഉണ്ടെന്നുള്ളൂ. അമ്മേ, എനിക്ക് വിളമ്പ്. നീ എന്താ നോക്കി നിൽക്കുന്നത്? ഇവന് വിളമ്പ്. അയ്യോ വേദനിക്കുന്നു. അതവിടെ വെക്കടി, ഞാൻ നിനക്ക് വേറെ തരാം. കൊല്ലി ഞാൻ. അമ്മ ഇത് കണ്ടോ? അമ്മണി നിനക്ക് സാമ്പാറുണ്ട്. പറയടി, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന്? ചേട്ടാ, എടി പറയാനാ പറഞ്ഞത്. നീ പറയില്ലല്ലേ? മോനെ, അമ്മ പറയുന്നേ? വേണ്ട മോനെ, അവളെ നിർബന്ധിക്കണ്ട. അവള് പറയില്ല. ഓ, അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് എന്നെ വെട്ടിയാക്കിയായിരുന്നല്ലേ?
എന്താ മത്തായിയുടെ കടയിൽ നിന്ന് ഇന്നലെ കളക്ഷൻ വാങ്ങിയില്ലേ? മത്തായിയുടെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചോ? അതും കളക്ഷനുമായിട്ട് എന്ത് ബന്ധം? മത്തായിയുടെ കട തുറന്നിട്ടില്ല. എന്നാ പിന്നെ വീട്ടിൽ പോയി വാങ്ങരുതായിരുന്നു. കട തുറക്കുമ്പോ തവണ മുടങ്ങിയും ചേർത്ത് വാങ്ങിച്ചോണം. ശരി. ആ പിന്നൊരു കാര്യം, കണക്ക് നോക്കുകയാണെങ്കിൽ 100 രൂപയ്ക്ക് 10 രൂപയാണ് നമ്മുടെ ദിവസപ്പലിശ. ഈ തവണ മുടങ്ങിയതിനും കൂടി ചേർത്ത് വാങ്ങിച്ചോണം. എത്ര വരും? ഒരു 10-25 രൂപ വരുമായിരിക്കും. ആ തന്നാ തരട്ടെ. നീ ഏതായാലും ചോദിച്ചു നോക്ക്. മുതലിനേക്കാൾ കൂടുതൽ പലിശ തന്നത് അയാൾ. ഓ എന്തൊരു ഔദാര്യം. നിനക്ക് പിടിച്ചില്ലേ? എനിക്ക് പിടിക്കാത്തോണ്ടല്ലേ പറഞ്ഞത്. ചേട്ടൻ കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ ബാങ്കിലേക്ക് പോന്നു. പത്മം, നീ നിന്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഇങ്ങ് തന്നേക്ക്. നല്ല പലിശ തരാം. നിനക്ക് അവിടെ എന്ത് കിട്ടും? 3 4? അതവിടെ കിടന്നോട്ടെ. എനിക്ക് ചേട്ടന് പലിശയും വേണ്ട, ചേട്ടൻ അതോട് സമ്പാദിക്കുകയും വേണ്ട. ഇവളെങ്ങനെയാടാ എന്റെ അനിയത്തിയായി പറഞ്ഞത്? ശരിയാ, ഒരു ചേർച്ചയില്ല. ഏ നീ എവിടെ പോയിരുന്നു? അമ്പലത്തിൽ. എന്തിന്? ചെയ്ത പാവം കഴുകിക്കളയാനോ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ പണിക്ക് പുറത്തിറങ്ങരുതെന്ന്? അമ്മേ, ഞാൻ എത്ര പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടരുതെന്ന്? ഇനി നാട്ടിൽ കൂടെ എന്റെ മാനം കിടന്നതായിരിക്കും അല്ലേ? മോനെ, ഞാൻ പറഞ്ഞിട്ടാ അമ്മയും കുട്ടനെയും കുട്ടി അമ്പലത്തിൽ പോയത്. ഇന്ന് അവന്റെ പിറന്നാളാ. അവൾ ഒരിക്കലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല. ആണ്ടിൽ ഒരു ദിവസം കുഞ്ഞിന്റെ പിറന്നാളിനെങ്കിലും അവൾക്ക് അമ്പലത്തിൽ പോയിക്കൂടെ? ശ്രീധരേട്ടാ, ശ്രീധരേട്ടൻ അമ്മണിയോടുള്ള ദേഷ്യം ഇനി മാറിയിട്ടില്ലേ? ശ്രീധരേട്ടൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഒരിക്കലും പൊറുക്കാനാവാത്തോണുള്ള എന്ത് തെറ്റാ അമ്മണി ചെയ്തത്? അമ്മണിക്കുള്ള ഏക ആശ്വാസം അമ്മയും ശ്രീധരേട്ടനുമാ. ശ്രീധരേട്ടൻ ഇങ്ങനെ ആയാൽ ആ പാവം പെണ്ണ് എന്ത് ചെയ്യും? നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇന്നലെ അമ്മായിയുടെ കത്തുണ്ടായിരുന്നു. അവരുടെ മകൻ ഗൾഫിൽ നിന്ന് അടുത്ത മാസം ലീവ് വരുന്നുണ്ടത്രേ. ഈയിടെയായി ശിവൻ ചേട്ടനെ നിർബന്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? സമ്മതിക്കുന്നതായിരിക്കും നല്ലത്. വർഷങ്ങളായി ശ്രീധരേട്ടനെ സ്നേഹിച്ചത് ഈ ഉത്തരം കേൾക്കാൻ വേണ്ടിയല്ലല്ലോ. അതിനിടയ്ക്ക് വേറെ എന്തെല്ലാം സംഭവിച്ചു? എന്തൊക്കെ സംഭവിച്ചാലും ശ്രീധരേട്ടൻ എന്നെ മറക്കാൻ പറ്റുമോ? ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അറിഞ്ഞുകൊണ്ടൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നതിന് കാരണം എന്താണെന്ന് എനിക്കറിയാം. ശ്രീധരേട്ടന്റെ മുതലാളിയാണെന്ന് തോന്നുന്നു. എന്നോട് എന്തിനാ ഇനി പ്രതികാരം വെച്ചോണ്ടിരിക്കുന്നത്? അയാൾ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ? പത്മം, ആരായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ലോഡ് കയറ്റിയോ? കയറ്റിക്കൊണ്ടിരിക്കേ. മംഗലാപുരത്തേക്കുള്ള ലോഡ് പോയോ? ഓ സാർ. ഞാൻ പറഞ്ഞു. സാർ, എന്താ എന്താ പ്രശ്നം? കഴിഞ്ഞ മാസത്തെ 2 ലോഡിന്റെ കാശ് ബാക്കി കൊടുക്കാനുണ്ട്. മാനേജർ ഉടനെ വേണമെന്ന് നിർബന്ധിക്കുന്നു. അല്പം ഞെരുക്കത്തിലാണ്. കുറച്ചുകൂടി സാവകാശം കിട്ടിയിരുന്നെങ്കിൽ അത് അടുത്ത മാസം എല്ലാം കൂടി ഒരുമിച്ച് വന്നേക്കാം. വിൽസൺ സാർ, ശിവൻ അല്പം ടൈറ്റിലാണ്. എല്ലാം കൂടെ ഒരുമിച്ച് അടുത്ത മാസം തരും. മാത്രമല്ല ശിവൻ നമ്മുടെ പഴയ പാർട്ടിയുമല്ലേ. എന്താ പോരെ? വളരെ ഉപകാരമായി. ഞാൻ പറഞ്ഞു. അല്ല, തന്നെ ഇന്നലെ കണ്ടില്ലല്ലോ. ശരീരത്തിന് നല്ല സുഖമില്ലായിരുന്നു സാർ. എന്ത് പറ്റി? പനിയായിരുന്നു സാർ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. ശരീരമൊക്കെ ശരിക്കും സൂക്ഷിച്ചോണം. ഇന്ന് കൂടുതൽ പണിയൊന്നും എടുക്കണ്ട. ശരി. വിൽസൺ സാർ,
വാ. Hello, Sridhar. Who is that girl? A nice choice. You are a lucky man. എന്താടോ അയാൾ ഇംഗ്ലീഷിൽ പറഞ്ഞേ? എനിക്കറിഞ്ഞൂടെ. പിന്നെ ലക്കി എന്നൊക്കെ പറയുന്നത് കേട്ടത്? ഇനി വല്ല ലോട്ടറിയുടെ കാര്യമായിരിക്കും പറഞ്ഞത്. ആവശ്യമില്ലാത്ത ഈ വിനയം കാണുമ്പോ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അയ്യോ അമ്മേ. എന്താ കുഞ്ഞിനി? എന്ത് പറ്റി? എന്നാ വേറെ സ്ഥലം വിട്ടോ? എന്റെ അമ്മോ. സ്റ്റുപ്പിഡ്, കണ്ണു കണ്ടൂടെ? ഒന്ന് നിന്നേ. എവിടെ വീട്? കുഴിപ്പാറ. കുഴിപ്പാറ. ആ, അവിടെ ഗ്രാസ് കോട്ടിലെ കുമാരൻ അറിയോ? കേട്ടിട്ടുണ്ട്. ഞാൻ പോട്ടെ. അല്ല, കുഴിപ്പാറ ഏത് വീട്ടിലെയാ? മണിമംഗലത്തെന്ന് പറയും. പിന്നെ ടൈൽ ഫാക്ടറിയിലെ ശ്രീധരന്റെ അനിയനാണോ? Let us think. Start to study some of his plays. Silence, silence. Huh? Yes. Why you are late? ചോദിച്ചേ കേട്ടില്ലേ? സാർ, അത് വയറ്റിന് നല്ല സുഖമില്ലായിരുന്നു. അതിന് എനിക്ക് ചപ്പാത്തി ഒന്നും ശീലമില്ല. വീട്ടിലെന്നും രാവിലെ കഞ്ഞിയാ. പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചുപോയി. അതുകൊണ്ടാ ലേറ്റ് ആയത്. Come on, get it. സാർ, Go to your seat. Silence, silence. ചിരിക്കുന്നത് അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? Come on, listen to the class. Silence. അരുത് കേട്ടോ, ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്തൂടാ. Come on, you get up. ഞാനല്ല സാർ. Silence. Both of you get out. വച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. Thank you, sir. You sit down. Now come to the point. നീ ഞങ്ങളെ ചൂണ്ടിക്കൊടുക്കല്ലടാ. ക്ലാസ്സിൽ നല്ല പിള്ള ചമയം വന്നിരിക്കുന്നു അല്ലടാ? ഇല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ലല്ലോടാ പൊന്നാര കുട്ടപ്പ. അയ്യോ കഷ്ടം. എന്തിനാ എന്നെ പേത്തോട് വരുന്നത്? അത് കൊള്ളാം. ഞാൻ എന്താ ചുമട് താങ്ങി ചമ്മുണ്ണി നേരം. ഇനി എങ്ങാനും ക്ലാസ്സിൽ ഷൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ കണ്ടില്ലേ ഒരു കോലം? 6 അടി നീളമുണ്ട്. കണ്ടിട്ട് എന്താ ഒരു കുറവ്? ആണാണത്ര. ആണ്. നാണല്ലേ വേഷം കെട്ടി നടക്കാൻ?